ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഇസൈ അഴക്. ഞാനിവിടെ വനജയിലെ ജോയിന്റ് സെക്രട്ടറി ആണ്. അപ്പം ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന എല്ലാവരോടും എൻ്റെയും വനജയുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ മെയിൻ മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂർ ആയിട്ടുള്ള കുറെ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ സ്ട്രഗിൾ ചെയ്യും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടി അനുഭവിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്കായിട്ട് ഒരു സ്പേസ് അല്ലെങ്കിൽ അവർക്കായിട്ടൊരു ഒരു സ്പേസ് വേണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിനായിട്ടൊരു ഈവന്റ് മന്ത്ലി നമുക്ക് തുടങ്ങി അങ്ങനെയുള്ള ആളുകളെ കളക്ട് ചെയ്യുകയും ചേർന്ന് നിൽക്കാനും ചേർത്ത് പിടിക്കാനും പറ്റുമെന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതൊരു സംഭവം വർക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ഇവന്റ് ആണ്. ഇത് മന്ത്ലി ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പഠിത്തത്തിന്റെ കാര്യമായിട്ട് ബുദ്ധിമുട്ടി ഇവിടെ വരികയും അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും പഠിത്തത്തിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തു. അത് കമ്മ്യൂണിറ്റി തന്നെയുള്ള ആളാണ്. അയാൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഗേ ആയിട്ടും ലെസ്ബിയൻ ആയിട്ടും അങ്ങനെ പല പല ആളുകളുണ്ട്. അതിൽ ഒരു കാറ്റഗറി പെട്ട ഒരാളാണ്. പിന്നെ അതിന് അതുപോലെ തന്നെ വേറൊരു ഫ്രണ്ട് ജോബ് ഇല്ലാതെ കുറെ ബുദ്ധിമുട്ടുകയും അങ്ങനെ കുറെ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള മനുഷ്യരെ അറിയണം. ഇപ്പൊ എനിക്കിപ്പം ജെസ്സിനെ അറിയാം, ബിക്കോസ് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലുണ്ട്, അറിയാം. അപ്പോൾ അല്ലെങ്കിൽ എനിക്കിപ്പോ പറഞ്ഞിട്ട് കുറച്ച് പേരെ എനിക്ക് അറിയാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ടച്ച് ഉള്ളതുകൊണ്ട് അറിയാവുന്നത്. പക്ഷെ അറിയാത്ത എത്രയോ പേരുണ്ട് നമുക്കിടയിൽ, നമ്മളെ തന്നെ അറിയാത്ത എത്രയോ പേരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇടമാണ്, നമുക്ക് വേണ്ടിയിട്ട് കുറെ ആളുകളുണ്ട്, നമുക്ക് അറിയാത്ത എത്രയോ പേരുണ്ട്. അപ്പം അവരെ അങ്ങനെ അറിയാനും അവർക്കായിട്ടൊരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് ക്യൂർ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഉടലെടുക്കുകയും അതിപ്പം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പൊ അതിലൂടെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ വിദ്യാഭ്യാസവും അവരുടെ സ്കോളർഷിപ്പും അല്ലെങ്കിൽ അവരുടെ പഠിത്തവും അങ്ങനത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഇവന്റ് തന്നെ നമുക്ക് അങ്ങനെ നടത്താമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിലൂടെ ജെസ്സിയൊക്കെ ഉണ്ട്. ജെസ്സിയൊക്കെ ഇപ്പം റിസർച്ച് സ്കോളറാണ്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് അതിനെപ്പറ്റി ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ പേര് ജെസ്സി ഐസൽ ജഹനാര. ഞാനൊരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നൊരു ക്യൂർ വ്യക്തിയാണ്, ഒരു ട്രാൻസ് നോൺ ബൈനറി ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ സമയത്തൊന്നും ഞാൻ കെയിം ഔട്ട് ചെയ്തിട്ടില്ല. സോ എൻ്റെ ഡിഗ്രി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കെയിം ഔട്ട് ആവുന്നതും. അപ്പോൾ മുതലാണ് എനിക്ക് പറയുന്ന വീട്ടിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ബ്രേക്ക് ആവുന്നതും ഇനി എന്ത് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി നിൽക്കുന്നതും. ബട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് അത്രയും പ്രിവിലേജ് കിട്ടി. അതായത് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ ഉള്ള ഒരു പ്രിവിലേജ് കിട്ടി. സോ പിന്നെ എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട് സർക്കിളുള്ളവരെല്ലാവരും ഏകദേശം ഡിഗ്രി കഴിഞ്ഞ് ഒരു ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആയ അവരുടെ ഹെൽപ്പോട് കൂടി എനിക്ക് എൻ്റെ MSc കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഒരു നമുക്ക് സ്റ്റൈപ്പൻഡ് കൂടി ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്. സോ ഒരു എന്തുകൊണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇത്ര ലേറ്റ് ആവാൻ കെയിം ഔട്ട് ആവാൻ ലേറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ്സിൽ നിന്നൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നമ്മൾ തപ്പുമല്ല, നമുക്ക് എവിടെ നിന്നൊക്കെ റിസോഴ്സസ് ഉണ്ട് അവിടെ നിന്നൊക്കെ തപ്പുന്ന സമയത്ത് ഒരു പഴയൊരു ക്യൂർ ആക്ടിവിസ്റ്റ് ആയിരുന്ന ജിജു കുര്യാക്കോസ് ഏതോ ഒരു ഭാഗത്ത് പറയുന്നുണ്ടായിരുന്നു ആള് 20 വയസ്സ് വരെ ആള് ഹൈഡ് ചെയ്തിരുന്നു. ബിക്കോസ് ചെറുപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന ഒരു സിറ്റുവേഷൻസ്, അതായത് നമ്മുടെ ഇൻസെക്യൂരിറ്റി, നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി, സോഷ്യൽ ഇൻസെക്യൂരിറ്റി, ഇതെല്ലാം കാരണം നമുക്കുണ്ടാവാൻ പോകുന്ന ഡാമേജുകളൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ആള് ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ടൈം വരെ ഹോൾഡ് ചെയ്തൊരു കഥ. സോ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഏകദേശം നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും കാലത്തോളം അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി എത്തുന്നിടത്തോളം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒറ്റപ്പെടുക എന്നുള്ളതിൽ അത്ര പേടി വരുന്നില്ല. അപ്പോൾ ഇപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ കൂടി മാറ്റങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സർക്കാർ സപ്പോർട്ട് സിസ്റ്റങ്ങളുണ്ട്, നമുക്ക് അല്ലാത്ത ഓർഗനൈസേഷൻ സപ്പോർട്ട് സിസ്റ്റങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാത്തത് കൊണ്ട് മാത്രം ഒരു ക്ലോസറ്റഡ് ആയിട്ട് തിങ്ങിപ്പാർത്ത് വരുന്ന മനുഷ്യരെ നമുക്ക് കുറച്ചുകൂടി ബോധവൽക്കരിച്ച് നമുക്കിപ്പോൾ എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ്, നമ്മൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുമോ, ഫൈനാൻഷ്യലി ഇൻസെക്യൂർ ആയി പോകുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. കാറ്റഗറി ബേസ്ഡ് ആയിട്ട് ഇപ്പം ഉള്ളത് ട്രാൻസ്ജെൻഡേഴ്സ് പോളിസികൾ മാത്രമേ ഉള്ളൂ. ആക്ച്വലി അത് മാത്രമേ നിലവിലുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഒരു ഗേ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു സ്കോളർഷിപ്പ് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഇല്ല അങ്ങനെ ഒരു പോളിസി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഐ മീൻ ഗേ ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ക്യൂർ ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് പക്ഷെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട് കേട്ടോ, എനിക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ഒരു പേഴ്സണൽ ആയിട്ട്, അതായത് അതൊരു പ്രൈവറ്റൈസ്ഡ് കമ്പനി ഹയർ ചെയ്യുന്നതാണ്. അത് റീസെന്റ് കിട്ടിയതാണ്. ക്യൂർ ആയിട്ടുള്ള വ്യക്തികൾക്ക് പഠിക്കുന്നതിന് സ്കോളർഷിപ്പ് കൊടുക്കുന്ന കാര്യം. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടാത്തതിന്റെ മെയിൻ കാര്യം
എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് അതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് കിട്ടിയിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഒരു പക്ഷേ അവർ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയേനെ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നല്ലതായിരിക്കും. നിലവിൽ വരുവാണെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സപ്പോർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് തോന്നുന്നു. ഇപ്പം PhD ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവരും കുറെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അവർക്ക് ഇതിലേക്ക് എത്താൻ പറ്റുക, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സ്കോളർഷിപ്പെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാവും തോന്നുന്നു. ഈവൻ ഷെൽട്ടർ ആയിക്കോട്ടെ, ബാക്കി അവരുടെ പഠിത്തത്തിന്റെ ചെലവ് എക്സ്പെൻസ് ആയിക്കോട്ടെ, എല്ലാം ബുദ്ധിമുട്ടാണ്. ആകെ ഇപ്പൊ നിലവിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഉള്ളൂ എന്നാണ് എനിക്കറിയാവുന്നത്. അതും ലിമിറ്റഡ് ആണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിക്കുള്ളതാണ്. അവർക്ക് മന്ത്ലി അത് ഒന്നിനും തികയത്തില്ല. ഈവൻ അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റിനായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റഡീസിനായിക്കോട്ടെ എല്ലാത്തിനും അത് തികയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ നല്ല കുറച്ചുകൂടി ഇതുള്ളത് നമുക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും NGOs, എനിക്ക് കിട്ടിയത് ഒരു NGO വഴിയാണ്. അത് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ഒരു NGO ആണ്. അതൊരു സിസ്റ്റർ കോൺവെന്റൽ ടൈപ്പ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന, അവർ ഈ ക്യൂർ ആയിട്ടുള്ള വ്യക്തികൾക്ക് തന്നെ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അതിൻ്റെത് എക്സ്പയർ ആയി, ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പോളിസീസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതിന്റെ മെയിൻ മോട്ടീവാണ് ഇപ്പൊ നമ്മൾ ഈ ക്യൂർ ക്ലബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എനിക്ക് ആ ഒരു സ്കോളർഷിപ്പിനെ പറ്റി അറിയാം, കിട്ടി. അപ്പൊ അത് ഈ പറഞ്ഞ കണക്ക് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നൊരു സംഭവം ആണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് സപ്പോർട്ട് വരുന്ന അത് ഇപ്പോൾ ഉള്ള സ്കീമുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 to 10 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പെർ മന്ത് വരുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹയർ സെക്കൻഡറി, നമ്മുടെ +1 +2 വിദ്യാർത്ഥികൾക്ക് പെർ മന്ത് 1500 വരുന്ന ഒരു സ്കോളർഷിപ്പാണുള്ളത്. ഇതും ആ 10 മന്തിന് മാത്രമേ കവർ ചെയ്യത്തുള്ളൂ ഒരു ഇയറിൽ. പിന്നെ വരുന്നത് ഡിഗ്രി ലെവലിലുള്ളവർക്കാണ്. അത് കൂടാതെ നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രി ആയിട്ടുള്ള MBBS, ബാച്ചുലർ ഇൻ വെറ്റിനറി സയൻസ്, BSc അഗ്രികൾച്ചർ, ഈ പ്രൊഫഷണൽ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ 1 lakh ഇയർലി 1 lakh സപ്പോർട്ടാണ് സാഫല്യം സ്കീം എന്ന് പറയുന്ന സ്കീം വഴി. പിന്നെ ഇത് കൂടാതെ നമുക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ മറ്റ് ഹോം റെന്റ് അലവൻസ് എന്ന രീതിയിൽ അവൈൽ ചെയ്യാൻ 4000 പെർ മന്ത്ലി, അങ്ങനെ ഒരു സ്കീം കൂടിയാണ് നമുക്കിപ്പോൾ ഗവൺമെന്റ് സപ്പോർട്ടിൽ ഒരു മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. NGOയുടെ ഇതിലാണ് അത് ക്യൂർ ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ അവരുടെ സൈഡിൽ നല്ല രീതിക്ക് സപ്പോർട്ടാണ്. അവരെന്നോട് ഇങ്ങനെ വീക്കിലി അവരുടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവരെന്നോട് ചോദിക്കുന്നുണ്ട്, എന്തായി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ചോദിച്ചു ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് പേപ്പർ കിട്ടാനുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് കിട്ടാതായിരുന്നത്. സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ NGO ഈ പറഞ്ഞ സ്കോളർഷിപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുകയും ബാക്കിയുള്ളവർക്ക് അറിയിച്ചു, ഇപ്പൊ എനിക്ക് ഉപകാരപ്പെടുന്ന പോലെ മറ്റൊരാൾക്കൂടെ ഉപകാരപ്പെടട്ടെ എന്നൊരു സംഭവമാണ് ഉദ്ദേശിക്കുക. അതിനാണ് ഈ ക്യൂർ ക്ലബിന്റെ ഒരു മെയിൻ ഉദ്ദേശം വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ പോളിസീസ് ആയിട്ട് അങ്ങനത്തെ ഒന്നും എനിക്ക് ഗവൺമെന്റ് സൈഡിൽ തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ റിസർച്ച് സ്കോളേഴ്സിന് എന്തെങ്കിലും റിസർച്ച് സ്കോളേഴ്സിന് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ഇതുവരെ എൻ്റെ ഒരു അറിവിൽ ഞാൻ സെർച്ച് ചെയ്തിടത്തോളം എനിക്ക് അതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം നമുക്ക് UGC നെറ്റിലാണോ CSIRI നെറ്റിലാണോ എന്നറിയില്ല, ഏതോ ഒരു സ്ട്രീമിൽ നമുക്ക് കട്ട് ഓഫ് എന്തോ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ട്. അതേമാതിരി ആപ്ലിക്കേഷൻ ഫീയിൽ റിഡക്ഷൻ ഉണ്ട്. എനിക്കും CSIR ആണെന്നാണ് എൻ്റെ ഒരു ധാരണ, ഉറപ്പില്ല. UGC ആണോ CSIR ആണോ? ട്രാൻസ് അല്ലാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യും എന്ത് രീതിയിലാണ് അതിൽ ഇടപെടാൻ പറ്റുക, അങ്ങനെ നമ്മൾ എൻ്റെ ഒരു അറിവില് പലവരും അവർക്ക് സ്പേസ് കിട്ടുന്നില്ല. ഐ മീൻ ഒരു അഫർമേഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരു അവയർനെസ് ഇല്ലാത്തതിന്റെ തന്നെ മെയിൻ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പിന്നെ വളരെ കുറവാണെന്ന് തോന്നുന്നു കാര്യത്തിൽ. പണ്ടത്തെ ഒരു ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫിക്കേഷൻ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ച് കൂടി സ്പേസ് ഉണ്ട് തോന്നുന്നു. ഒബ്വിയസ്ലി നമ്മൾ വളരെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്പേസിൽ വളർന്നവരാണ്. നമുക്ക് ലേബൽസുകൾ വളരെ കുറവായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് കംഫർട്ടബിലിറ്റി ഏത് ലേബലിലാന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ലേബലിൽ ഞാൻ കംഫർട്ടബിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം നമുക്ക് എപ്പോഴും ബൈനറി ആയിരുന്നു നമ്മൾ നിലകൊണ്ടിരുന്നത്. നോൺ ബൈനറി എന്ന് പറയുന്ന ഒരു ഇത് നമ്മളിലോട്ട് എത്തിയിട്ട് വളരെ കുറച്ചാവുന്നുള്ളൂ. അപ്പം അതുവരെയുള്ള എല്ലാ ബൈനറിയിലോട്ടും ജനിച്ചപ്പോൾ ആണാണെന്ന് പറഞ്ഞ ആ ബൈനറിയിലോട്ട് വീട്ടുകാർ വിട്ടു.
വളർന്നു വന്നപ്പോൾ പിന്നീട് കാണുന്ന ബൈനറികളിലോട്ട് ചേക്കേറാൻ ശ്രമിക്കുന്നു, ഫെയിലാവുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എത്തിപ്പെടാനുള്ള സ്ട്രഗിള് ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഇന്റർനെറ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം എല്ലാത്തിനെ കുറിച്ചും അവെയർ ആണ്. അപ്പൊ ആ ഒരു സെൽഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രശ്നം പണ്ടുള്ളതിനേക്കാൾ ഒരു കുറവല്ല. എല്ലാവർക്കും അത് ക്യാപ്പബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത്, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡിഗ്രീസിലുള്ള. എല്ലാവർക്കും ഈ ഇന്റർനെറ്റ് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിനും പറ്റാത്തവരുണ്ട്, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട്. സോ അവരുണ്ട്. അപ്പോ എങ്കിൽ കൂടിയും കമ്പാരിറ്റീവ്ലി ഒരു ആവറേജ് സൊസൈറ്റി വെച്ച് നമുക്ക് കമ്പാരിറ്റീവ്ലി പറയുമ്പോൾ നമുക്ക് കുറവാണ് ആ ഒരു കാര്യം. തെരുവിലോട്ട് ഇറങ്ങപ്പെടുന്നത്, തെരുവിലാക്കപ്പെടുന്ന എന്നൊരു ധാരണ. പക്ഷെ നമുക്ക് റീസെന്റ് ആയിട്ട് നമുക്കറിയാം ലെസ്ബിയൻ സ്ത്രീകൾ എത്രമാത്രം തെരുവിലോട്ട് ഇറങ്ങപ്പെടേണ്ടി വന്നിട്ടുണ്ട്. വീട് സോഷ്യലി എത്ര ബുള്ളിങ് ഇതിലൂടെ പോകേണ്ടി വരും. സോ നമുക്ക് ഒരു, അതായത് നമ്മൾ ഇപ്പോഴും വളരെ കാലഘട്ടങ്ങൾക്ക് പുറകില്ല. കാരണം നമുക്കിപ്പോഴും നമ്മുടെ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലോട്ട് എത്തിയിട്ടില്ല. കാരണം നമുക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് വേണ്ടത്, ഇതിനൊക്കെയാണ് വേണ്ടത്, റെപ്രസെന്റേഷൻ എവിടേക്കാണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും നമ്മുടെ ഗവൺമെന്റുകൾ ബോധേഡ് ആവാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല. അവരിപ്പോഴും നമ്മുടെ കുറെ സ്ട്രഗിൾസ് കണ്ടുകൊണ്ട് ട്രാൻസ് എന്ന ഒരു ലേബലിൽ മാത്രമായിട്ട് ഒതുങ്ങി കൂടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് തേർഡ് ജെൻഡർ എന്ന ലേബലുകളിൽ മാത്രമാണ് ഇപ്പോഴും നമ്മൾ നിലകൊള്ളുന്നത്. അതിലുപരി നമ്മുടെ ലെവൽ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർ വ്യത്യസ്തരായിരിക്കുന്നത്, ആർക്കൊക്കെയാണ് എന്തൊക്കെയാ വേണ്ടതെന്നൊന്ന് അന്വേഷിക്കാൻ, അതിന്റെ കൂടുതൽ ഇത് ചെക്ക് ചെയ്യാനോ എന്നുള്ള നമ്മൾ ടേംസിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഐ മീൻ അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി ആയിട്ടില്ല അവരിപ്പോഴും ക്യൂർ എന്നുള്ളതില്. ഇപ്പൊ ഞാൻ ട്രാൻസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും സംസാരിക്കുന്ന ക്യൂർ ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് കാര്യം ഞാൻ ക്യൂർ ആയിരുന്നു ഒരു ടൈമിൽ, ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ക്യൂർ എന്നൊരു ഇതിൽ വെച്ചിട്ട്. ഇപ്പോഴാണ് ഞാൻ ട്രാൻസ് എന്നുള്ള ഐഡന്റിറ്റിയിൽ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് എത്രത്തോളം ആ വ്യക്തികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത്. ബിക്കോസ് ഞാൻ ട്രാൻസ് എന്ന ഐഡന്റിറ്റിയിൽ പ്രിവിലേജ്ഡ് ആണ്, ഇപ്പോൾ ഒത്തിരി പ്രിവിലേജ്ഡ് ആണ്. സോ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും അവരുടെ ബുദ്ധിമുട്ടുകൾ. അതാ ഞാൻ അതിനുവേണ്ടി മാത്രം സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ. സോ നമുക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി എന്താ പറയാ, എഡ്യൂക്കേഷനിലേക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നായിരിക്കും നമുക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അത് ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഒരു റിസർവേഷൻ. അവർ പോകുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം 2024 അവിടുന്ന് ഒരു ട്രാൻസ് വ്യക്തി പാസ് ഔട്ട് ആയിട്ട്. അപ്പൊ ഈ സമയങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോക്കുകള്, ഇതിനിടയ്ക്ക് ഈ പഠിക്കാൻ വന്ന പല ട്രാൻസ് വ്യക്തികളും ബുള്ളിങ് ഫേസ് ചെയ്തിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതില് അതായത് ഈ പറഞ്ഞ ആളുകൾ എഫേർട്ട് എടുത്തുകൊണ്ട് ചേർക്കും, അവരിത് നിർത്തുന്നതിന് കാര്യങ്ങൾ ആരും തിരക്കുന്നില്ല. അവർക്ക് അഹങ്കാരം കൊണ്ടാണ് നിർത്തിയത്, അല്ലെങ്കിൽ അവരുടെ ഇതുകൊണ്ടാണ് നിർത്തുന്നതെന്ന് അവർ. പക്ഷെ അതിന്റെ ആ ക്യാമ്പസിനുള്ളിൽ എത്രത്തോളം അവർ ബുള്ളിങ് ചെയ്യപ്പെടുന്നെന്നും അല്ലെങ്കിൽ അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നും ആരും തിരക്കുന്നില്ല. നോക്കുമ്പോൾ ഒരു ട്രാൻസ് വ്യക്തിക്ക് കൊണ്ട് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നു, ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നു. പക്ഷെ ഇവർ പഠിത്തം നിർത്തുന്നു, തിരിച്ചു വരുന്നു. ഇത് തന്നെ സെയിം റിപ്പീറ്റേഷൻ ആണ്. പക്ഷെ എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ആരും തിരക്കുന്നില്ല. എന്തുകൊണ്ട് അവിടെ സേഫ് അല്ലാത്തത് കൊണ്ടാണെന്ന് ചോദ്യം വരുന്നില്ല. വളരെ റീസെന്റ് ആണ്. ഇപ്പൊ നമ്മൾ 2025 നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷമാണ് ഒരാൾ പാസ് ഔട്ട് ആയിട്ടുള്ളത്, ഐഡന്റിറ്റിയിൽ പാസ് ഔട്ട് ആയിട്ടുള്ളത്. സോ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കുറെ കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. നമ്മൾ 2025 നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെയും കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇന്നത്തെ കാലത്ത് മേത്തനാണെന്ന് ചോദ്യങ്ങൾ വരെ ഉയർന്നു വരുന്ന സമയമാണ്. അതായത് മതം അതായത് കുറച്ച് കാലഘട്ടം മുന്നേ വരെ കാണാത്ത ഒരു പ്രവണത, മേത്തനാണല്ലേ, മുസ്ലിം ആണല്ലേ എന്നുള്ള രീതിയിൽ വരെ ക്രൂശിക്കുന്ന ഒരു കാലഘട്ടം. അതേമാതിരി പ്യുവർ ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളെ തിരിച്ച് പ്യുവർ വിരുദ്ധതയിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വലിയൊരു കാലഘട്ടത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവിലേജുകളിൽ ഒന്നാണ്. ഞാൻ എൻ്റെ MSc സമയത്ത് കേമോട്ട വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് MSc പഠിക്കാൻ പറ്റിയത് ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമ്പസിലായിരുന്നു. അന്നത്തെ അവിടുത്തെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ അതായിരുന്നു. കാരണം ഭയങ്കര പ്യുവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഞാൻ ബാക്കി എൻ്റെ പ്യുവർ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വേറെ അബ്രോഡ് എവിടെയാണോ പഠിക്കുന്നത് എന്ന രീതിയിൽ എന്നോട് ചോദിക്കുന്ന രീതിയിൽ. ബട്ട് സെയിം ഈ എന്നെ വിളിച്ച് ചോദിക്കുന്ന പ്യുവർ ഫ്രണ്ട്സ് എല്ലാവരും ക്ലോസറ്റഡ് ആണ്. കാരണം അവർക്ക് അവരുടെ കോളേജുകളിൽ നിലകൊള്ളണമെങ്കിൽ വേറെ വഴിയില്ല.
അവർ വൺസ് കെയിം ഔട്ട് ചെയ്ത ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി മാത്രമല്ല അവരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്, അതിലുപരി ക്രൂഷ്യലി സോഷ്യൽ ബുള്ളിയിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, സിസ്റ്റമിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം നമ്മള് നേരത്തെ പറഞ്ഞു ട്രാൻസ് പ്രിവിലേജ് ഉണ്ടെന്ന്, ആ ക്ലിയർ ആയിട്ട് ഒരു ഓഫീസിലോട്ട് കയറി ചെന്നാൽ മനസ്സിലാവും ട്രാൻസ് പ്രിവിലേജ് ഉണ്ടാകും. കാരണം അതിന് മുന്നേ വരെ കോളേജിലോട്ട് ഒരു പേപ്പറോട്ട് കോളേജ് കയറി ആ പെരുമാറ്റം മാറും, ക്ലിയർ ആയിട്ട് മാറും. നമുക്ക് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, ഓക്കെ ഞാൻ അവിടെ വരണ്ടില്ലായിരുന്നു, അങ്ങ് താന്നു പോയാൽ മതിയായിരുന്നു, ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു. ഇതാവും നമ്മുടെ അവസാനത്തെ തിങ്. സോ നമ്മൾ അതിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിന്റെ നേച്ചറാണ്, ആ പാട്രിയാർക്കൽ സിസ്റ്റത്തിന്റെ നേച്ചറാണ്. ആ ബുള്ളിങ് നിലനിർത്തുക എന്നുള്ളത് ആരുടെ അത്യാവശ്യമാണ്? ആരാണോ ഭരിക്കുന്ന ക്യാപിറ്റലിസ്റ്റിക് ബ്രാഹ്മണിയാക്കൽ ആയിട്ടുള്ള പാട്രിയാർക്കിയുടെ അത്യാവശ്യം ആണ് എന്ത്, നമ്മൾ അതിൽ നിന്ന് പുറത്താക്കുക. കാരണം ഈ പറയുന്ന റിസർവേഷനുകളുടെയും സ്കോളർഷിപ്പുകളുടെയും നമ്മൾ എവിടെയെങ്കിലും എത്തപ്പെട്ടാൽ, ഇന്നും ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ആത്മ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി എന്ന് പറയുന്ന ഒരു സ്കീമിലാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിൽ. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഇതുപോലൊരു സാധനം ഈ പൊസിഷനിൽ ഒബ്വിയസ്ലി ഉള്ള ഒരു സാധനമാണ്, ഇതുപോലൊരു സാധനം ഈ പൊസിഷനിൽ. ഞാൻ ചാലക്കുടി ഫാം ഓഫീസറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിനിലാണ് പോയി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രെയിനിൽ നമ്മൾ രാവിലെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും കുറെ മനുഷ്യരുണ്ടാവും. അപ്പൊ അവരുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ കൂടെ ഇരിക്കുന്ന കുട്ടികളോടൊക്കെ പഠിക്കുകയാണ് എല്ലാം ചോദിച്ചിട്ട് നമ്മളോട് ഇരിക്കുക. ഒബ്വിയസ്ലി നമ്മളോട് ഇരിക്കുക എന്താണ്, പിന്നെ ഫാം ഓഫീസർ അറിയുന്നത് ഫാം ഓഫീസറാ കണ്ടാ പറയില്ല കേട്ടോ. പിന്നെ അവസാനമൊക്കെ എനിക്ക് വരുത്തിട്ട് ഞാൻ പറഞ്ഞു ആണോ, ഞാൻ അങ്ങനെ പറയിപ്പിക്കാറില്ല. നമ്മളെ അത്രമേൽ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും നമ്മളെ. ഇതുപോലെ സീരിയസ് ആയിട്ട് എനിക്ക് ആ നോട്ടം കാണുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഇതുപോലെ ഒരു സാധനം എങ്ങനെ എവിടെ എത്തിക്കിട്ട്. ഞാൻ പറഞ്ഞ എനിക്ക് സർക്കിൾ കൂടുതലാണ്, എനിക്ക് എന്റെ ഫ്രണ്ട് സർക്കിൾ കൂടുതലാണ്. സോ എനിക്ക് ആക്സസിബിലിറ്റി ഉണ്ട്, ഒരു കാര്യം വന്ന് എങ്ങനെ അതിനോട് പ്രതികരിക്കണം, അല്ലെങ്കിൽ ഏത് അറ്റം വരെ എനിക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ നോട്ടം കാണുമ്പോൾ ഞാൻ അവിടെയൊക്കെ എത്തി കാണാം, ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ആ ഒരു പോസിബിലിറ്റി ഒന്നുമില്ല. നമ്മുടെ ഉള്ളിൽ ഓക്കെ ഭയങ്കര ഫെമിനായിട്ട് ക്ലോസറ്റഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്, അവരൊക്കെ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. കാരണം ബുള്ളി ചെയ്യപ്പെടുക, എവിടെ എത്താൻ പറ്റാതെ, അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതെ മരിച്ചു പോകുന്ന കുറെ മനുഷ്യരുണ്ട്. അപ്പൊ അവരെയും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ ഇപ്പൊ അറിയുന്ന കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾക്ക് ഹൈലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഏറ്റവും മെന്റൽ സ്ട്രഗിളിലൂടെ ഒരാളെ കടത്തി വിട്ടിട്ട് നീ മെന്റലി സ്റ്റേബിൾ ആണെന്ന് പറയുന്നത് എവിടുത്തെ ബോധത്തിലാണെന്ന് അറിയില്ല. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ക്യൂർ പേഴ്സൺസ് മെന്റലി സ്റ്റേബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിലോട്ട് കുറച്ചുകൂടി ട്രോമ ആഡ് ചെയ്ത് കുറച്ചുകൂടി നമ്മളെ അങ്ങ് വൾണറബിൾ ആക്കിയിട്ട് കണ്ടില്ലേ എന്താ ഭ്രാന്ത് വലിച്ചെടുക്കുക, എന്താ ഇത് മറ്റേതായതുകൊണ്ട് ഭ്രാന്ത്, അല്ലാതെ നിങ്ങൾ തന്ന ഭ്രാന്ത് അല്ല. നല്ല മര്യാദക്ക് നല്ല രീതിയിൽ പോകുന്ന എന്നെ കൊന്ന് വൃത്തികേടാക്കി നശിപ്പിച്ച് ഞാൻ കരയാൻ തുടങ്ങുമ്പോ ഭ്രാന്ത്. ഇതാണ് ശരി നടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പോട്ടെ, ഒരു സാധാ കോളേജിലെ ബാക്കി ജെൻഡർ പ്രിവിലേജ് ഉള്ള ഒരു കുട്ടി തന്നെ ഈ സിസ്റ്റത്തിന്റെ ഇടയിൽ അനുഭവിച്ച് ഒരു മെന്റൽ സപ്പോർട്ട് കിട്ടാതെ പോകുന്നു. ആ സമയത്താണ് നമ്മൾ പോകുന്നത്. കടന്നു പോകുമ്പോ നമ്മളൊരു കുഴിയിൽ നിന്ന് കയറി പോകാനാണ് നോക്കുന്നത്. അപ്പൊ ആ കുഴി ഒന്നുകൂടി വെട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയാ, അതങ്ങനെ നമുക്ക് ഇത് ഒബ്വിയസ്ലി എന്നിട്ട് മൊത്തത്തിൽ ജനറലൈസ് ചെയ്തിട്ട് കുറെ ആൾക്കാർ വരും. കാരണം ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരാളുണ്ടായിരുന്നു, ഞങ്ങൾ ഫുള്ള് സപ്പോർട്ട് കൊടുത്തിട്ട് അവസാനം എന്തായി, ഞങ്ങൾ തോറ്റുപോയി. ചിലപ്പോ 100-5 ഒരാളെ ആയിരിക്കും ഇവര് മോട്ടീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെടുത്ത് ഇതാക്കി വെക്കുന്നത്. ബാക്കി 4 പേരെ ഇവര് പേഴ്സണലി അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് രാത്രിന്റെ മറവിൽ വേറെ രീതിക്കായിരിക്കും ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. സീരിയസ്ലി ഒബ്വിയസ്ലി അവർ അങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവര് പറയുമ്പോൾ ഞങ്ങൾ അവനെ അത്രയും അല്ലെങ്കിൽ അവളെ എത്ര ഹയർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ ഇവര് വെറും അങ്ങേയറ്റം നോക്കി കഴിഞ്ഞാൽ ഇവര് വെറും നാടകം മാത്രം കളിക്കുന്നതാണ് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഇവര് ട്രീറ്റ് ചെയ്യുന്ന രീതി കൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ അല്ലെങ്കിൽ ക്യാമ്പസ് എന്ന് കേൾക്കുമ്പോഴേ നിർത്തി പോകാൻ മെയിൻ കാര്യം അതൊക്കെ തന്നെ ആയിരിക്കും. അതൊക്കെ തന്നെ ആയിരിക്കും പഠിത്തത്തിന്റെയും ക്യൂറായിട്ടുള്ള ആളുകളുടെ പഠിത്തത്തിന്റെ പ്രശ്നം അതൊക്കെ തന്നെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്. കാര്യം 10 മുതൽ സ്കൂൾ ടീച്ചേഴ്സിന്റെ ഇടയ്ക്ക് നിന്ന് ഫേസ് ചെയ്ത് വരുന്നതും കുട്ടികളുടെ ഇടയ്ക്ക് നിന്ന് ഫേസ് ചെയ്ത് വരുന്ന ഒരു സാധനമുണ്ട് 10 to +2 വരെ. അത് തന്നെ വീണ്ടും ക്യാമ്പസിലോട്ട് ചെല്ലുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും ഫേസ് ചെയ്തിട്ടായിരിക്കും വീണ്ടും ബാക്ക്വേർഡ് അടിച്ചു പോകുന്നതിന് മെയിൻ റീസൺ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒരു രസകരമായ കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികൾ PhDക്ക് കയറുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സിലോട്ട് എത്തിപ്പെടുമ്പോൾ തമാശ രൂപത്തിലോ അല്ലാതെയോ എൻ്റെ ഫ്രണ്ട് സർക്കിളിനൊക്കെ ഇടയ്ക്ക് വരുന്ന സാധനമുണ്ട്. നിങ്ങൾക്കിപ്പോ എന്ത് ചെയ്താലും ആദ്യത്തേതാണല്ലോ, ആദ്യത്തെ ട്രാൻസ് ഒരു PhD എടുത്ത ആദ്യത്തെ ട്രാൻസ് മറ്റേ എന്റെ ഫ്രണ്ട് ഹൃദയുണ്ട്, ആള് ഫൈൻ ആർട്സിൽ ആദ്യത്തെ ട്രാൻസ്. അപ്പൊ ആദ്യത്തെ ട്രാൻസ് ആകാൻ വേണ്ടി ഇത്രയും കാലഘട്ടം എടുത്തു. അതിനു മുൻപ് ഒരുപാട് ഋതുക്കൾ ഉണ്ടായിരുന്നു. ഇവിടെ പോയി കൊന്നു കളഞ്ഞു, നിസ്സാരമായി നമ്മൾ കൊന്നു കളഞ്ഞു.
അപ്പോ അതിൽ നിന്ന് അതിജീവിച്ച് ഒരാൾ എത്താൻ 2025 കാലഘട്ടം എടുത്തിട്ടുണ്ട്. അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് ആദ്യത്തേതാവാലോ എന്ന്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സംഭവം ലിറ്ററലി ഒരു യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തേതാവാൻ ജോയിൻ ചെയ്യുന്ന അവസ്ഥ അറിയോ? നമ്മൾ പോയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കളിയില്ല. ഒബ്വിയസ്ലി പല നിയമങ്ങളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലായിടത്തും അതർ എന്ന് പറയുന്ന ഒരു കളി വേണമെന്ന്. ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ വേറെ ഏത് യൂണിവേഴ്സിറ്റിയിലോ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കളി ഉണ്ടോ അന്വേഷിച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോംസിലും ഇല്ല. അപ്പൊ നമ്മൾ അവിടുന്ന് തുടങ്ങണം. എന്റെ പൊന്നു സാറേ എനിക്ക് ഇതിനകത്ത് കള്ളിയില്ല, ആദ്യം മെയിൽ അയക്കണം. എന്റെ പൊന്നു രജിസ്ട്രാറെ സാറേ എനിക്കൊരു കള്ളി വേണം, കാരണം എന്നാലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോത്തിന് ഡെഡ് ലൈൻ കഴിയും. അപ്പൊ പിന്നെ ഞാൻ സാമൂഹ്യ നീതി വകുപ്പോ അല്ലെങ്കിൽ വക്കീലോ ഇതിനൊക്കെ എനിക്ക് ക്യാപ്പബിൾ ആയിരിക്കണം. എനിക്ക് ഒരു വനജ കളക്റ്റീവ്, ദിശ അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷനായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ വക്കീൽ എന്താ ഇതെന്താന്ന് അറിയാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിലോ എനിക്ക് വേണ്ട, അവിടെ തീർന്നു. അവിടെ കൊണ്ട് പിന്നെന്താ ചെയ്യുക? അതല്ല ഫൈറ്റ്. ഇതിപ്പോ സാർ ആപ്ലിക്കേഷൻ ഡേറ്റ് പോയത് നിങ്ങളുടെ കുറ്റാണ്, അല്ലെങ്കിൽ അതിനൊരു ലീഗലി എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവിടെ തീർന്നു. അപ്പൊ നമ്മൾ അത് അടുത്ത ഇയർ വരട്ടെ, അടുത്ത ഇൻടേക്കിലെങ്കിലും നമുക്ക് ശരിയാക്കി കൊടുക്കാന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കും. അടുത്ത ഇൻടേക്കിലോ അങ്ങനെ ഇയറുകൾ വന്നോണ്ടിരിക്കും. അതെ. അപ്പൊ ഇതിന് നമുക്ക് നമ്മുടെ ടച്ച് പോവും. ഇത് അക്കാദമിക് ആണ്, നമ്മള് മറ്റേ പിടിച്ചു വെക്കാൻ ഇതാക്കുന്ന സാധനം നമ്മുടെ ടച്ച് പോവും. പിന്നീട് നമ്മുടെ ലക്ഷ്യബോധങ്ങൾ മാറും. കാരണം ക്യൂർ വ്യക്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സെക്സ് സാധനങ്ങളാണ്. അപ്പം അവരെ മാക്സിമം എവിടെ നിർത്താൻ ശ്രമിക്കും? നമ്മുടെ സെക്സ് വർക്കിലോട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള അതായത് നമ്മൾക്ക് നമ്മള് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഏത് കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യുന്നവരെ അവിടെ തട നിർത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണിത്. ഇപ്പൊ നമ്മുടെ തോട്ടി, അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ തോട്ടിപ്പണി എടുക്കുന്നവരെ ആണെങ്കിൽ അവിടെ നിർത്താൻ ശ്രമിക്കുന്ന, അല്ല അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരിക്കുന്ന, സെക്സ് വർക്കേഴ്സ് ആണെങ്കിൽ അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കേജ് ഉണ്ടാക്കിയെടുക്കുക അറിയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ മുതുക്കന്റെ ഐഡിയ ആണ്. അപ്പൊ ആ ഐഡിയ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ട്. അല്ല, ഈ ഒരു ടേംസ് തന്നെ ഉണ്ട്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവര് സെക്സ് വർക്കേഴ്സ് അല്ലേ, അതാ അങ്ങനെ ഒരു ടേംസ് ഉണ്ട്. ഐ മീൻ അല്ലെങ്കിൽ ഇപ്പൊ ക്യൂർ അവര് മറ്റേതല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ, അങ്ങനെ ഒരു ടേംസ് ആണ്. അവർക്കും പഠിക്കണം എന്നും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടെന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇവര് പറയുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ ഉണ്ടെന്ന് അതിന് സമ്മതിക്കുന്നില്ല, അതിനെ ശ്രമിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ, അത് വോയിസ് ഓവർ നടത്താൻ സമ്മതിക്കുന്നില്ല അവർ. അത് അത്രയും പറയാം, സംസാരിക്കാൻ പോലും അവർക്ക് ഇടം കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ നിങ്ങളിപ്പോ ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു നോക്കും, പേഴ്സണലി അവർക്ക് ആർക്കും ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല, അവർക്ക് ആർക്കും താല്പര്യമില്ല. അവരവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രം മേ ബി ചെയ്യുന്നതായിരിക്കാം. പേഴ്സണലി അങ്ങനെ എനിക്ക് ഉള്ള കാര്യം ഉണ്ട്. അല്ലാത്ത പല ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ ക്യൂർ ആയിട്ടുള്ള ആളുകളും അവർക്കൊരു ജോബ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അവരങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ഇതിലേക്ക് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറീനെ ഇങ്ങനെ ബാക്ക്വേർഡ് ചെയ്ത്, അല്ലെങ്കിൽ അവരതിലേക്ക് മാത്രം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഓരോ ആളുകളും നിലകൊള്ളുന്നെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ലാസ്റ്റ് വന്ന ഹൈക്കോർട്ടിന്റെ ഒരിതാണ്. നമുക്ക് ഓൾറെഡി റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ സുപ്രീം കോർട്ട് മുന്നോട്ട് വെച്ചിട്ട് കുറെ കാലങ്ങളായി. നമ്മുടെ കേരളം അത് ഏറ്റെടുക്കാതെ കുറെ കാലമായിട്ട് ഉഴപ്പി കൊണ്ടുപോകുന്നു. ലാസ്റ്റ് നമ്മുടെ ഹൈക്കോർട്ട് ഒരു 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും അതുണ്ടാക്കാൻ ഞാനൊരു RTI ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താ വിവരം എന്നറിയാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകളുണ്ട്. കാരണം നമ്മൾ എത്തണം, എല്ലാ ഏരിയകളിലും നമ്മൾ എത്തി. അതായത് ഞാനിപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ മാക്സിമം എന്നെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം യു ഷുഡ് നോ ദാറ്റ് ഐ എക്സിസ്റ്റ് ഹിയർ. ഇന്ന് ഇപ്പൊ കോഴിക്കോട് FPO, അതായത് ഫാമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷന്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. സോ ഞാൻ അവിടെ പോകുമ്പോൾ എല്ലാവരും നോക്കും, ദെൻ യു ഷുഡ് വാച്ച് മീ. നിങ്ങൾ എല്ലാവരും എന്നെ കാണണം, ഐ എക്സിസ്റ്റ് ഹിയർ. ഞാൻ രാത്രി പാലങ്ങൾക്കടിയിൽ മാത്രമല്ല, ഐ എക്സിസ്റ്റ് ഹിയർ. ഐ ക്യാൻ ബി എ ഡോക്ടർ, ഐ ക്യാൻ വാട്ട് എവർ, നിങ്ങൾ വൈറ്റ് കോളർ എന്ന് വിളിക്കുന്നതോ വാട്ട് എവർ ജോബ്, എനിക്ക് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങളെ അതിനെ തടയാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പൊ അതിനെ അതിജീവിച്ച് എനിക്ക് എത്താൻ സാധിക്കും. സോ യു ജസ്റ്റ് ലെറ്റ് മീ. നിങ്ങൾ ലെറ്റ് മീ ഒന്നല്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്, അത് വേറെ കാര്യം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് മനസ്സിലാക്കി വരാൻ എന്തായാലും സമയവും കാലം കൊടുക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി NGOs ബാക്കിയുള്ളതിലോട്ട് എത്താന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ അഫാബായിട്ടുള്ള ഓരോ പടി നമുക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് അഫാബായിട്ടുള്ള വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് അഫർമേഷൻസ് ഇല്ല എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്തൊരു കാര്യം തന്നെ. അപ്പൊ അതൊരു സ്പേസ് ഉണ്ടാക്കുക. പിന്നീട് ഭാവിയിൽ നമ്മൾ കുറച്ചുകൂടി ബെറ്ററായി ഹ്യൂമൻ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത് അമാബായിട്ടുള്ള വ്യക്തികളിലോട്ടൊക്കെ വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം.
അതിന് നല്ല ഫീമെയിൽ സ്ത്രീകളായി അടയാളപ്പെടുത്തിയിട്ടുള്ള മനുഷ്യർ. നമ്മള് ആദ്യം മുതല് ഈ ക്യൂറായി കമ്മ്യൂണിറ്റിന്റെ ഇത് നോക്കുന്ന സമയത്ത് ഏറ്റവും കേരളത്തിൽ നല്ല പെട്രിയാർക്കി നിലവിലുള്ള എല്ലാ സമൂഹത്തിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സ്ത്രീകളായിട്ട് എനിക്ക് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റി. അപ്പൊ അത് ജസ്റ്റ് മറ്റേ ആൾക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും ആണെന്ന് അങ്ങനെയല്ല അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനെ സിംപിളി എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത്, ഞാൻ ഒരു പെൺകൊച്ചായിട്ടാണ് എൻ്റെ വീട്ടിൽ ജനിച്ചിരുന്നത്, അപ്പാബായിട്ടാണ് ജനിച്ചിരുന്നത്. 18ാമത്തെ വയസ്സ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർഹുഡ്സിന്, അതായത് എൻ്റെ കുടുംബത്തിലെ സിസ്റ്റേഴ്സിനെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അത്ര മാത്രമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഉള്ളത് 2 ബ്രദേഴ്സ്. അപ്പം എൻ്റെ വിവാഹം ഉറപ്പായിട്ട് കഴിയുമായിരുന്നു. ബട്ട് ഞാനൊരു ട്രാൻസ്മെൻ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ ബട്ട് എനിക്ക് അതിനെ എവിടെയും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. ബട്ട് ഞാനൊരു അനാഥായത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു എൻട്രൻസ് എഴുതി കുറച്ച് പുറത്തോട്ട് പോകാനോ പഠിക്കാനോ വിട്ടു നിൽക്കാനോ അവിടെ നിന്നുകൊണ്ട് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനോ ഉള്ള ഇത് കിട്ടുന്നത്. ആ പ്രിവിലേജ് പറയുന്നത് എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ ജന്മം കൊണ്ട് ആ ജെൻഡർ. അതുകൊണ്ടാണ് അനാഥായിട്ടുള്ള വ്യക്തികളും അഫാബായിട്ടുള്ള വ്യക്തികളും നമ്മൾ വേറെ, കാരണം പാട്രിയാർക്കി ജനിക്കുന്നത് മുതൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ട്രീറ്റ്മെന്റ് ഒരു പരിധി വരെ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുമ്പോഴും ഈ പറയുന്ന അഫാബായിട്ടുള്ള എനിക്ക് അവിടെ എത്താൻ പറ്റത്തില്ല. ഞാൻ ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ വിവാഹം കഴിച്ച് അയാളുടെ കൂടെ തിരിച്ചെനിക്ക് വീട്ടിൽ വന്ന് പറയാനുള്ളതോ ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് ഇപ്പൊ യാത്രികയിലൊക്കെ നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് ലെസ്ബിയൻ ആണെന്നും ട്രാൻസ്മെൻ ആണെന്നും തിരിച്ചറിയുന്നത് തന്നെ വിവാഹത്തിന് ശേഷം, കുട്ടികളുണ്ടായതിനു ശേഷമാണ്. കാരണം അവരുടെ സെക്ഷൽ ലൈഫിലേക്ക്, ഒരു സെക്ഷൽ ഫീലിംഗിലേക്ക്, സെക്ഷൽ ശരീരത്തിലേക്കൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് തന്നെ വിവാഹത്തിന് ശേഷം. അതിന് മുന്നേ അവരുടെ ലൈഫ്, ഈ ആൺകുട്ടികളായി അടയാളപ്പെടുത്തപ്പെട്ടവര് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലെ പഠിക്കുമ്പോൾ സ്വന്തം ലിംഗം തൊട്ട് നോക്കുകയോ അല്ലെങ്കിൽ മാസ്റ്റുബേറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യുന്നത്. വീട്ടിൽ അങ്ങനത്തെ ഒരു സംസാരമേ ഇല്ല. മാസ്റ്റുബേറ്റ് ചെയ്യാൻ ഞാൻ കേൾക്കുന്നത് 30ാമത്തെ വയസ്സിന് ശേഷമാണ്. സ്ത്രീകൾക്ക് അത് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഈ പെട്ടെന്ന് ഭയങ്കര ഇങ്ങനെയുള്ള വ്യത്യാസത്തിൽ ഈ സ്ത്രീയായി ജനിച്ച ആള് സെക്ഷ്വാലിറ്റിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചും തിരിച്ചറിയാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, അത്രയും 1000 ട്രാൻസ്മെൻ, അതായത് മെയിലായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് 1000 പേരുണ്ടെങ്കിൽ ട്രാൻസ്മെൻ 50 പേരാണുള്ളത്. അത്രയും എനിക്ക് 1000 എവിടെ ഉണ്ടെങ്കിൽ 1000 അവിടെ കാണണല്ലോ. എന്തുകൊണ്ടാണ് ഇല്ലാത്തതുള്ളത്? കാരണം അത് അങ്ങനെ ഇറങ്ങി ഓടാനുള്ള അവസരം പോലും ഇല്ല. അതാണ് സത്യം. ഇറങ്ങി ഓടാനുള്ള അവസരം പോലും ഇല്ല. കുറച്ചുകൂടി ഇറങ്ങി ഓടാനുള്ള അവസരം ആൺകുട്ടികളായി ജനിച്ചവർക്ക്. അപ്പം അവർക്ക് ഇറങ്ങി ഓടാൻ ഇല്ലേ, പറ്റില്ല. നമ്മള് സർവൈവലിന്റെ ഭാഗമായിട്ട് കമ്പാരിറ്റീവ് ഒക്കെ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഏറ്റവും വലിയ വിറ്റ് എന്താ അറിയോ, നമുക്ക് പനി വന്നാൽ നമ്മൾ ഒരിക്കലും പല്ല് ഡോക്ടറെ കാണാൻ പോകത്തില്ല. നമുക്ക് ക്ലിയർ ആയിട്ട് സ്പെഷ്യലൈസേഷൻ അറിഞ്ഞാലേ നമ്മൾ അവിടെ പോകത്തുള്ളൂ. ഈ ഫിറോസ് വന്നിട്ട് ഇത് ട്രാൻസ്ജെൻഡേഴ്സ് തോന്നലാന്ന് പറയുമ്പോ മീഡിയക്കാര് എന്ത് കണ്ടിട്ട്, ഐ മീൻ ഈ മീഡിയക്കാരെല്ലാരും കമ്മ്യൂണിറ്റിയിലെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന എല്ലാ ആളുകളായിട്ട് ഒന്നല്ല ഈ ഒരു സയന്റിഫിക് ആയിട്ട് അല്ല ഈ ഒരു ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഏത് ബോധത്തിലാണുള്ളതെന്ന് തിരിച്ചു ചോദിക്കാൻ നമ്മുടെ മീഡിയക്കാർക്ക് വല്ല അവര് ഫിറോസ് പറഞ്ഞ എല്ലാം കേട്ട് ഇതിട്ട് കുറച്ച് കമന്റ് കയറുന്ന എരിപിരി കയറും. വേറൊന്നും ഇല്ല, അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അടിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവം കുറച്ച് ഓടിക്കുക. ഒരു ചാനൽ ഓടിക്കണ്ടേ, ടിക്സ് ഇല്ലാത്ത വർഗമായി മാറിയിട്ടുണ്ട് നമ്മുടെ മീഡിയ. അല്ല ഒരു മീഡിയാറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു വർഗമായി മാറിയിട്ടുണ്ട് അവർക്ക് അവരുടെ കണ്ടന്റിന് വേണ്ടിട്ട് മാത്രം. സത്യമായിട്ട് സാരി അഴിച്ച് നിൽക്കുന്നു.
തമിഴിൽ അതായിരിക്കും കൊടുക്കുന്നേ. ഇതൊക്കെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ വളർന്നു വരുന്ന കുഞ്ഞുങ്ങള് ഇതൊക്കെ കണ്ടിട്ട് അപ്പൊ അവര് എങ്ങനെ വീണ്ടും ഒരു പോസിറ്റീവ് ലൈഫിലോട്ട് പോവല്ലാതെ പുറത്തോട്ട് വരത്തില്ല. പറയുന്നത് എന്റെ കൂടെ ഒരു മുസ്ലിം ഫാമിലി, ഐ മീൻ ഒരു ഉസ്താദും മക്കളുമാണ്, 4 മക്കളുണ്ട്. ഏതൊരു കുഞ്ഞതാട്ടോ. അപ്പൊ ആള് കിടന്ന് കുറെ കരയുന്നുണ്ട്. അപ്പൊ ഞാൻ സൗണ്ട് കേട്ടിട്ട് ഓക്കെ ആള് കുഞ്ഞ് കരയുന്നല്ലേ, ഞാൻ കുറെ നേരം ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നു. കാരണം ഉസ്താദ് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്യാനുള്ളൊരു ഇതില്ല. പിന്നെ ഞാൻ കുറെ നേരം കരയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒച്ചുണ്ടാക്കി. അപ്പൊ കുഞ്ഞെന്നിങ്ങനെ നോക്കി. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി ഒച്ചുണ്ടാക്കിയപ്പോ ആള് കരച്ചിൽ നിർത്തി. പിന്നെ ഞാൻ കുറച്ചുനേരം ആളെ നോക്കിയിട്ട് കുറെ കോപ്പറായി കാണിച്ച് ഇങ്ങനെ ഒന്ന് കരച്ചിലൊന്ന് നിർത്തി ഒന്നും മയപ്പെടുത്തിയാണ്. അപ്പൊ ആള് കുറച്ച് കമ്പനി ആയി ആയിട്ട്. ഞാൻ കമ്പനി ആവാൻ തുടങ്ങിയത് മുതലേ ഉസ്താദ് വേറെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ QR ക്ലബിന്റെ ഇവന്റും വളരെ മനോഹരമായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ സംഘടിപ്പിക്കുന്ന തന്നെ നമ്മുടെ ഇസയാണ്. ഈ ഒരു പ്രോഗ്രാമിലൂടെ എന്താ പറയാ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറെ ആളുകൾ നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങള് ഇസയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വന്ന ജെസ്സിയും ഒക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ക്യൂർ വിഭാഗത്തില് അല്ലെങ്കിൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി നേരിടുന്ന കുറച്ചധികം പ്രശ്നങ്ങളെങ്കിലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ കാര്യമായിരിക്കും. ഒരുപാട് ആളുകൾ ഇതിലൂടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇനിയും വരാനുണ്ട്. കുറെ തുറന്നു പറച്ചിലുകൾക്ക് നമ്മൾ ഇനിയും സാക്ഷിയാവാനുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വന്ന ജെസ്സിയോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച നമ്മുടെ ഇസയോടും അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു.